വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 106. ദൈവത്തിന്റെ ദയയും ഇസ്രായേൽ ജനതയുടെ ആവർത്തിച്ച അകൃത്യങ്ങളും തമ്മിലുള്ള ഒരു ആത്മപരിശോധനയും സ്മരണയുമാണ്. ദൈവം തന്റെ ജനത്തെ പലതവണ രക്ഷിച്ചുവെങ്കിലും അവർ വീണ്ടും വീണ്ടും അവനെ മറന്നു, വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ടു, അവിശ്വാസം കാണിച്ചു. എന്നിരുന്നാലും ദൈവം തന്റെ നിയമം ഓർത്തു കരുണയോടെ അവരെ തിരികെ കൊണ്ടുവന്നു. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ ദയയുടെ ആഴവും മനുഷ്യന്റെ ക്ഷയത്വവും തമ്മിലുള്ള വ്യത്യാസം തുറന്നു കാണിക്കുന്നു. ഈ സങ്കീർത്തനം നമ്മെ ആത്മപരിശോധനയിലേക്കും ദൈവത്തിന്റെ ദയയെ സ്മരിക്കലിലേക്കും നയിക്കുന്നു. സങ്കീർത്തനം 107 ദൈവത്തിന്റെ രക്ഷയും കരുണയും അനുഭവിച്ചവരുടെ സാക്ഷ്യഗാനമാണ്. ജീവിതത്തിലെ വിവിധ ദുരിതങ്ങളിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ മോചിപ്പിച്ചുവെന്നും അവർ അവനെ വിളിച്ചപ്പോൾ അവൻ രക്ഷിച്ചുവെന്നും ഈ സങ്കീർത്തനം സാക്ഷ്യപ്പെടുത്തുന്നു. കടൽയാത്രക്കാരും മരുഭൂമിയിൽ വഴിമുട്ടിയവരും തടവുകാരും രോഗികളുമെല്ലാം ദൈവത്തിന്റെ കരുണ അനുഭവിച്ചവരാണ്. ഈ സങ്കീർത്തനം ഓരോ ജീവിതഘട്ടത്തിലും ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നതിന്റെ സാക്ഷ്യമാണ്. 108 സങ്കീർത്തനം ദാവീദിന്റെ 2 സങ്കീർത്തനങ്ങളായ 57 7 മുതൽ 11 60 5 മുതൽ 12 സംയോജിപ്പിച്ചുള്ള ഒരു സ്തുതിയും പ്രാർത്ഥനയുമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദാവീദിന്റെ ഉറച്ച മനസ്സും ദൈവത്തിൽ പ്രത്യാശ വെച്ചുള്ള യുദ്ധവിജയത്തിനുള്ള അപേക്ഷയും ഇതിൽ പ്രതിഫലിക്കുന്നു. ദൈവം മഹത്വവാനാണ്, അവൻ തന്റെ ജനത്തെ രക്ഷിക്കും, അതിനാൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാം എന്നതാണ് ഇതിന്റെ സാരം. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ, എന്തെന്നാൽ മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത്. 108 12 13. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്ത ശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.